നമസ്തേ. ഇത് 54ാമത്തെ മൂടെയാണ്. ഇനി കടയോഗം, യോഗോപാസന എന്ന വിഷയത്തെ പറ്റിയാണ് പറയാം. കടയോഗം അഭ്യസിക്കാതെ രാജയോഗം ലഭിക്കുകയില്ല. രാജയോഗമില്ലാതെ കടയോഗമില്ല. ആയതിനാൽ യോഗി ആദ്യമായി നല്ല ഗുരുവിന്റെ ഉപദേശാനുസരണം കടയോഗം അഭ്യസിക്കണം. ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം സുഖഭോഗങ്ങളിൽ മുഴുകണമെന്നുള്ള ആഗ്രഹമുള്ളവന് ഒരു യോഗവും കൈവരികയില്ല. ശരീരത്തിൽ ജീവൻ നിലനിൽക്കുമ്പോൾ യോഗത്തെ ആശ്രയിക്കുന്നയാൾ ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി ഉപഭോഗങ്ങളിൽ മുഴുകി കഴിയുകയാണെന്നതിൽ സംശയമില്ല. അഭ്യാസം പൂർത്തിയാകും വരെ അന്നം മിതമായി മാത്രം കഴിക്കും. അല്ലാത്ത പക്ഷം യോഗിക്ക് സാധകം ചെയ്യാൻ കഴിയാതെ വരും. വളരെ ബുദ്ധിമാന്മാരുടെ സദസ്സിലെ യോഗി സംസാരിക്കാൻ പാടുള്ളൂ. അതും ഏറ്റവും പരമമായ ശുദ്ധിയുള്ള കാര്യങ്ങളിൽ പറയാവൂ. അധികം സംസാരിക്കരുത്. ശരീരം നിലനിൽക്കാനുള്ളതേ ഭക്ഷിക്കാവൂ. എല്ലാവരുമായുള്ള സംഘവും വർത്തമാനവും ഒഴിവാക്കണം. മനുഷ്യരെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ മുക്തി ലഭിക്കുകയില്ല. ഇത് സത്യമായി പറയുന്നതാണ്. യോഗാഭ്യാസം രഹസ്യമായി ചെയ്യണം. മറ്റുള്ളവരോടൊപ്പം ചെയ്യരുത്. ഏകാന്ത സ്ഥലത്ത് വേണം ചെയ്യാൻ. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ യോഗി ഒരു സമൂഹത്തിൽ ജീവിക്കണം. എന്നാൽ അതിൽ മുഴുകരുത്. മറ്റുള്ളവരുമായി യാതൊരു ബന്ധവും പാടില്ല. അയാൾ തന്റെ ജോലിയോ കർമ്മമോ സ്ഥാനമോ ജാതിയോ മതമോ ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഇതെല്ലാം ദൈവികമായ നിലനിൽപ്പിനാണെന്ന് മനസ്സിലാക്കാം. ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു നിമിത്തം മാത്രമാണ്. ഇങ്ങനെ വിചാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്രകാരം ചിന്തിച്ചുറയ്ക്കുന്ന ബുദ്ധിമാനായ ഗൃഹസ്ഥന് പോലും യോഗം ആചരിച്ചാൽ സിദ്ധി ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഇന്ദ്രിയ സുഖം വെടിഞ്ഞ് പുണ്യ പാപചിന്തയുള്ള ഗൃഹസ്ഥനായ യോഗിക്ക് പോലും മോക്ഷമുണ്ടാകും. എപ്പോഴും യോഗം അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥനെ പാപപുണ്യങ്ങൾ തീണ്ടുന്നില്ല. ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കാര്യത്തിൽ ചെയ്യുന്ന പാപങ്ങൾ ചെയ്താലും സാരമാക്കാനില്ല. അഭ്യാസം തുടങ്ങുന്നതിനും മുതൽ അതിൽ നല്ല അറിവ് കിട്ടുന്നതുവരെ യോഗി മിതമായി മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. മറ്റെല്ലാ ഭോഗാലസ്യങ്ങളിലും നിയന്ത്രണം പാലിക്കണം. അല്ലെങ്കിൽ എത്ര ബുദ്ധിമാനായാലും വിജയം ഉണ്ടാവുകയില്ല. ഗൃഹസ്ഥനായ ഒരാൾക്ക് പോലും ശരിയായ വിധത്തിലുള്ള അഭ്യാസം കൊണ്ട് എല്ലാ സിദ്ധികളും ലഭിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. ഗൃഹസ്ഥൻ കുടുംബത്തിൽ കഴിയുമ്പോൾ തന്നെ, കുടുംബാംഗത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഗുണദോഷങ്ങളിൽ നിന്നും പുണ്യപാപങ്ങളിൽ നിന്നും വിമുക്തനായി തീരണം. മനസ്സിനെ മുക്തമാക്കി നിർമ്മമായിരിക്കണം. ഇനി ഏതെങ്കിലും ന്യായമായ ഒരു കാര്യത്തിന് ഒരു പാപം ചെയ്താൽ തന്നെ അത് അയാളെ ബന്ധിക്കരുത്. മന്ത്രധ്യാനം. ഇനി ഇവിടെ മന്ത്രസാധനയെ പറ്റി പറയാം. ഇത് ഐഹിക സുഖങ്ങളും അതുപോലെ തന്നെ ആത്മീയ സുഖങ്ങളും ധാരാളമായി നേടാം. ശ്രേഷ്ഠമായ ഈ മന്ത്രം അറിഞ്ഞാൽ യോഗസിദ്ധി തീർച്ചയായും ഉണ്ടാവും. യോഗിക്ക് ശക്തിയും സന്തോഷവും സർവ്വവിധ ഐശ്വര്യങ്ങളും സുഖങ്ങളും നേടുന്നു. 4 ദളങ്ങളുള്ള മൂലാധാര ചക്രപത്മത്തിന്റെ മധ്യത്തിൽ വാഗ്ഭവ ബീജം ഐം വളരെ ശക്തിയുള്ള പ്രഭയിൽ മുങ്ങി നിൽക്കുന്നു. ഈ വാഗ്ഭവ ബീജം സരസ്വതിയുടേതാണ്. മൂലാധാരത്തിൽ ഐം മന്ത്രജപം നടത്തി വാഗ് ഐശ്വര്യങ്ങൾ നേടുന്നതിന് സാധിക്കും. ഹൃദയത്തിൽ ബന്ധൂക പുഷ്പത്തിന്റെ അരുണപ്രഭയുള്ള കാമബീജവും ക്ലീം ആജ്ഞാപത്മത്തിൽ ഓടിച്ചെന്ന നമ്മയുടെ കുളിർത്ത പ്രഭയുള്ള ശക്തി ഹവും ഉണ്ട്. ഈ മേൽപ്പറഞ്ഞ 3 ബീജമന്ത്രങ്ങൾ ഐം ക്ലീം ഹൗ അതീവ രഹസ്യ സ്വഭാവമുള്ളതും മുക്തി ഫലപ്രദങ്ങളുമാണ്. സിദ്ധി സാധകനായ യോഗി ഈ 3 ബീജമന്ത്രങ്ങൾ സാധകം ചെയ്യുന്നു. മൂലാധാരത്തിൽ അയ്യമൻ, ഹൃദയത്തിൽ ക്ലീനും, ആജ്ഞയിൽ സൗഹും എന്ന ബീജമന്ത്രങ്ങളെ ഓം ചേർത്ത് മൂലാധാരം, ഹൃദയം, ആജ്ഞാചക്രങ്ങളിൽ തനിച്ചും ഒന്നിച്ചും ജപിച്ച് സുഷുമ്നയിലൂടെ താഴോട്ട് ഒരു ചുറ്റു പൂർത്തിയാക്കണം. പിന്നീട് മൂലാധാരം, ഹൃദയം, ആജ്ഞാചക്രങ്ങളിൽ സുഷുമ്നയിൽ ചേർത്ത് ധ്യാനിച്ച് ആജ്ഞാ, ഹൃദയം, മൂലാധാരങ്ങളെ ചക്രക്ഷേത്രങ്ങളിൽ ഇങ്ങുവശത്ത് ചേർത്ത് ധ്യാനിക്കണം. ഇത് സാമാന്യമായ ധ്യാനം. വിശേഷമായ ധ്യാനവും ഫലവും ശ്ലോകം 235 ശേഷം പറയുന്നുണ്ട്. മന്ത്രം ഗുരുവിൽ നിന്നും പഠിക്കേണ്ടതാണ്. അധികം നീട്ടിയോ അധികം പതുക്കെയോ ജപിക്കരുത്. മനസ്സിൽ യാതൊരു സംശയങ്ങളും തടസ്സങ്ങളും ഉണ്ടാകരുത്. മന്ത്രാക്ഷരങ്ങളെ ആത്മീയ ബന്ധങ്ങൾ മനസ്സിലാക്കിയത് മന്ത്രം ജപിക്കണം. ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളത് പോലെ ബുദ്ധിമാനായ യോഗി ഏകചിത്തനായി മന്ത്രത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ച് ത്രിപുരാദേവിയെ ധ്യാനിച്ച് 3 ലക്ഷം തവണ ജപിക്കണം. 1 ലക്ഷം തവണ ഹോമിക്കുകയും. ബുദ്ധിമാനായ യോഗി ഓരോ തവണ ജപിക്കുമ്പോഴും ശർക്കര, പാല്, നെയ്യ് എന്നിവയിൽ മുഖ്യ കരവീര പുഷ്പം യോനിയുടെ ആകൃതിയിലുള്ള അഗ്നികുണ്ഡത്തിൽ ഹോമിക്കണം. ബുദ്ധിമാനായ യോഗി
മേൽപ്പറഞ്ഞ പ്രകാരം ദേവി പൂജ ചെയ്ത ത്രിപുര ഭൈരവിയായ ദേവി അയാളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു. മന്ത്രധ്യാനം ഗ്രന്ഥത്തിൽ നിന്നും കൊടുത്തിട്ടില്ല, മന്ത്രം കൊടുത്തിട്ടില്ല. ശാരദാ തിലക മന്ത്രത്തിൽ ഈ മന്ത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ദേവി ത്രിപുരയുടെ മന്ത്രമാണ്. ശ്രീ സരസ്വതി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ പാർവതി എന്നീ ദേവിമാരുടെ മന്ത്രങ്ങളുടെ സംയോഗമാണിത്. മൂലാധാരത്തിൽ ശ്രീ സരസ്വതിയെ ഐം എന്ന വാഗ്ബീജ മന്ത്രം കൊണ്ടും, ഹൃദയത്തിൽ ശ്രീ ലക്ഷ്മിയെ ക്ലീം എന്ന കാമബീജം കൊണ്ടും, ആജ്ഞയിൽ ശ്രീ പാർവതിയെ സൗ എന്ന ശക്തി മന്ത്രം കൊണ്ടും ധ്യാനിക്കണം. പിന്നെ ഓം എന്ന പ്രണവം കൊണ്ട് സഹസ്രാരത്തിലും പിന്നിൽ നട്ടെല്ലിനുള്ളിലെ സുഷുമ്നയിലൂടെ താഴെ മൂലാധാരത്തിലും എത്താം. അല്ലെങ്കിൽ ശ്രീ ത്രിപുരാദേവിയെ മാത്രം ധ്യാനിച്ച് മന്ത്രം 3 പ്രണവത്തോടെ സ്ഥാപിച്ച് ധ്യാനിക്കണം. എല്ലാം സിദ്ധിപ്രദായകമാകും. ഓം ഐം ക്ലീം ഹൗ എന്നാണ് പ്രണവം ചേർത്ത പൂർണ്ണമന്ത്രം. പ്രഥമകൂടത്തിന് വാഗ്ഭവ ബീജമെന്നും ദ്വിതീയ ബീജത്തിന് കാമബീജമെന്നും മൂന്നാമത്തേതിന് കാമരാജമെന്നും പറയും. ത്രികൂടമന്ത്രം എന്നറിയപ്പെടുന്നതാണ് ത്രിപുരാമന്ത്രം. ഹസ്തൈം, ഹസ്ക്ലീം, ഹസൗ എന്ന് ആകാശാദി ബീജങ്ങൾ ചേർത്തും മന്ത്രം ജപിക്കാം. ഇത് ത്രികൂടം എന്ന് മന്ത്രവിത്തുകൾ പറയുന്നു. അതായത് ഓം ഐം ക്ലീം ഹൗ എന്നുള്ളതാണ് ഹസ്തൈം, ഹസ്ക്ലീം, ഹസൗ. അപ്പോൾ ത്രിപുര ഭൈരവിയുടെ മന്ത്രമായി തീരും. ഹോമാന്ത്യത്തിൽ കരവീരപ്പൂവ്, ശർക്കര, പാൽ, വെണ്ണ എന്നിവ ത്രികോണാകൃതിയിലുള്ള ഹോമകുണ്ടത്തിൽ മന്ത്രജപം നടത്തി ഹോമിക്കണം. ബുദ്ധിമാനായ യോഗി മുൻ പറഞ്ഞ വിധം അനുഷ്ഠാനത്തോടെ ഹോമപൂജ ജപങ്ങൾ നടത്തിയാൽ ത്രിപുര ഭൈരവി ദേവി സന്തുഷ്ടിച്ച് എല്ലാ ആഗ്രഹവും സാധിച്ചു വരുന്നു. ദേവി ത്രിപുര ഭൈരവി എന്നത് ശ്രീ സരസ്വതി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ പാർവതി എന്നീ ബ്രഹ്മ, വിഷ്ണു, ശിവശക്തികളുടെ ഏകീഭാവമാണ്. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നിവ ചേർന്ന് ഹസ്തൈം, ഹസ്ക്ലീം, ഹസൗ എന്നാണ് ത്രികൂട മന്ത്രം. ഹസകലറ എന്ന് പഞ്ചാക്ഷരി മന്ത്രം. ഇത് പഞ്ചകൂടം എന്നറിയപ്പെടുന്നു. ഈ മന്ത്രത്തിന്റെ ദ്രഷ്ടാവ് ദക്ഷിണാമൂർത്തി ഋഷിയും ഛന്ദസ് പാക്തിയും ത്രിപുര ഭൈരവി ദേവതയുമാകുന്നു. പഞ്ചവ്യഞ്ജന സംയോഗം കൊണ്ട് പഞ്ചകൂടത്വം ഭവിക്കുന്നു. ത്രികൂടാമന്ത്രം മൂലാധാരം, ഹൃദയം, ആജ്ഞ എന്നിവയുടെ യഥാക്രമം ന്യസിച്ച് മന്ത്രം ജപിക്കണം. ത്രിപുര ഭൈരവയുടെ ന്യാസങ്ങളും മന്ത്രങ്ങളും ശാരദാ തിലക മന്ത്രം തന്ത്രം 12ാം അധ്യായം ത്രിപുര വിധാനത്തിലുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രഗത്ഭനായ ഗുരുവിൽ നേരിൽ പരിചയിച്ച് ഗ്രഹിക്കണം. മന്ത്രജപഫലം ഉത്തമമായ മന്ത്രം ഹൃദിസ്ഥമായാൽ യോഗി ഗുരുവിനെ ശാസ്ത്രോചിതം സന്തോഷിപ്പിക്കണം. ഈ വിധം മനസ്സിലാക്കിയവൻ മന്ദഭാഗ്യനാണെങ്കിൽ പോലും അയാൾക്ക് കാര്യസിദ്ധി ഉണ്ടാകും. 1,00,000 തവണ ഈ മന്ത്രം ജപിച്ച് ദേവി പൂജ ചെയ്യുന്ന സാധകൻ വിജയേന്ദ്രിയനായിത്തീരും. അയാളെ നോക്കുന്ന മാത്രമേ തന്നെ തരുണികളുടെ മനസ്സിലേക്ക് കാമാർത്ഥകളാകും. അവർ ലജ്ജയും ഭയവും വെടിഞ്ഞ് സാധകന്റെ കാൽക്കൽ വീഴും. 2,00,000 തവണ ജപിക്കുന്നവന് മറ്റെല്ലാവരെയും നിയന്ത്രിക്കാനാകും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവരെ പോലെ എല്ലാ വിഷയകുല ബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തരായി സ്ത്രീകൾ പോകുന്നു. അവർക്കുള്ളതെല്ലാം അവർ അദ്ദേഹത്തിന് നൽകുന്നു. അവർ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ എപ്പോഴും ഒതുങ്ങിക്കഴിയും. 3,00,000 ജപിക്കുന്ന സാധകൻ മനുഷ്യ സ്ത്രീകൾ മാത്രമല്ല, എല്ലാവിധ ദേവതകളും ഈ ബ്രഹ്മാണ്ടത്തെ നിയന്ത്രിക്കുന്ന ദേവീ ദേവന്മാരും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി തീരുന്നു. 6,00,000 ജപിച്ചാൽ രാജാവാകും, ഭൂമിക്ക് അധിപതിയാകും. ധാരാളം ഭൃത്യന്മാരും ബലവും വാഹനങ്ങളും ഉണ്ടാകും. 12,00,000 ജപിച്ചാൽ യക്ഷന്മാരും രാക്ഷസന്മാരും നാഗന്മാരും സാധകന്റെ നിയന്ത്രണത്തിലായിത്തീരും. എല്ലാവരും എന്നും ഈ സാധകന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. ഗുരുവിനെ ദക്ഷിണയൊക്കെ നൽകി സന്തോഷിപ്പിച്ച് വിധി പോലെ ഉത്തമ മന്ത്രങ്ങൾ സ്വീകരിച്ച് അവയ്ക്ക് പറഞ്ഞിട്ടുള്ള വിധി പോലെ ദിവസവും ജപിച്ചാൽ ഏറ്റവും കുറഞ്ഞ ഭാഗ്യമുള്ളവരും മന്ത്രസിദ്ധി ലഭിക്കും. മന്ത്രസാധകൻ തന്റെ മനസ്സിനെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ഏകാഗ്രമാക്കി 1,00,000 തവണ ജപിച്ചാൽ ഇന്ദ്രിയങ്ങളെ വിജയിക്കുന്നു. എല്ലാവരെയും ആകർഷിക്കാനുള്ള ശക്തി കൈവരുന്നു. ഈ സാധകനെ കാണുന്ന മാത്രമേ തന്നെ മദനാതുരകളായി യുവതികൾ ക്ഷോഭിച്ചു വശാകുന്നു. ഒരു ലജ്ജയും ഭയവുമില്ലാതെ അവർ സാധകന്റെ സൗദത്തിൽ വീണ് വീഴുന്നു. ധ്യാന മാഹാത്മ്യം. ഈ ധ്യാനത്തിൽ മഹാത്മ്യം പറയാൻ എനിക്ക് പോലും കഴിവില്ല. സാധകം ചെയ്യുന്നവനെ അതിന്റെ മഹാത്മ്യം അഭ്യസിച്ചറിയാനാവും. അത് എനിക്ക് സമ്മതമാണ്. 15,00,000 ജപിക്കുന്ന സാധകന് ബുദ്ധി അസാമാന്യമായി തീർന്നു. സിദ്ധന്മാരും വിദ്യാധരന്മാരും ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും വശമാകുന്നു. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രഹസ്യമായതും മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്തതുമായ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. എല്ലാം അറിവ് പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും. സർവജ്ഞനായി തീരും. കടയോഗം കൊണ്ട് ശ്രവണ വിജ്ഞാനത്തിലും സർവജ്ഞത്വം ഉണ്ടാകും.
ശ്രവണ വിജ്ഞാനം എന്നത് ചെവിയിൽ ദേവി പറയുന്നതായി കേൾക്കുന്നതാണ്. ഈ സ്ഥിതി കിട്ടിയ യോഗി ഏത് സംശയം ചോദിച്ചാലും അതിനുള്ള ശരിയായ മറുപടി ചെവിയിൽ കേൾക്കാൻ കഴിയും. 18 ലക്ഷം ജപിച്ചാൽ സാധകന് തന്റെ ശരീരം ഭൂമിയിൽ നിന്ന് പൊന്തിക്കാൻ കഴിയും. സാധകൻ സൂക്ഷ്മ ശരീരമായി തീരും. തന്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ സാധകന് കഴിയും. ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോകാനും കഴിയും. ലോകത്തിന്റെ ഉള്ളിലുള്ള സർവ്വതും കാണാൻ കഴിയും. ശരീരത്തിന്റെ സൂക്ഷ്മമായ അവസ്ഥയും പ്രപഞ്ചദ്രവ്യങ്ങളെ സൂക്ഷ്മമായവയെയും കാണാൻ കഴിയും. 18 ലക്ഷം തവണ ജപിക്കുന്ന സാധകന് ഭൂമിയിൽ നിന്ന് ഉയരാനും ദിവ്യദേഹലബ്ധി കൊണ്ട് അന്തരീക്ഷത്തിൽ തന്നെ ഇഷ്ടപ്രകാരം ചുറ്റി നടക്കാനും കഴിയും. അയാൾക്ക് സമുദ്ര ഗർത്തങ്ങൾ ഉൾപ്പെടെ ഭൂമിയെ പൂർണ്ണരൂപത്തിൽ കാണാൻ കഴിയും. ഏതൊരു സ്ഥലത്തെപ്പറ്റിയും ഈ യോഗിക്ക് വ്യക്തമായി അറിയാനും പറയാനും കഴിവുണ്ടാകും. 28 ലക്ഷം ജപിച്ചാൽ വിദ്യാധരന്മാരുടെ പതിയാകും. സാധകൻ മഹാബുദ്ധിമാനും കാമരൂപനും ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ കഴിയുന്ന മഹാബലവാനുമായി തീരും. 30 ലക്ഷം തവണ ജപിച്ചാൽ ബ്രഹ്മാവിനും വിഷ്ണുവിനും സമനായിത്തീരും. 60 ലക്ഷം ജപിച്ചാൽ ശിവന് തുല്യനായിത്തീരും. അമരത്വം വരും. ആരോഗ്യവുമായി തീരും. 1,000,000 തവണ ജപിച്ചാൽ മഹായോഗിയാകും. പരമപദ ബ്രഹ്മത്തിലേക്കും ഈ 3 ലോകങ്ങളിലും അതിദുർലഭനായ യോഗിയായിത്തീരും. മന്ത്രസാധനം കൊണ്ട് പ്രധാനമായ അനേകം സിദ്ധികൾ കൈവരുന്നു. ഈ മന്ത്രസിദ്ധികൾ എന്ന് പറയുന്നത് ഇവ പ്രധാനമായും 3 വിധമാണ്: അഷ്ടസിദ്ധികൾ, ഗൗണസിദ്ധികൾ, ക്ഷുദ്രസിദ്ധികൾ. അഷ്ടസിദ്ധികൾ മന്ത്രസാധനം മൂലം പ്രധാനമായി 8 വിധം സിദ്ധികൾ ലഭിക്കുന്നു. അണിമ, മഹിമ, ഗരിമ, ലിഖിമ, പ്രാപ്തി, പ്രാകാനം, ഈഷിത്വം, വശിത്വം. ഇതാണ് അഷ്ടസിദ്ധികൾ. അണിമ എന്നാൽ ശരീരത്തിനെ ഏറ്റവും അണുരൂപമാക്കുക. മഹിമ എന്നാൽ ഏറ്റവും വലുതാക്കുക. ഗരിമ അധികം ഭാരക്കൂടുതൽ ഉള്ളതാക്കുക. ലിഖിമ ശരീരഭാരം തീരെ കുറയ്ക്കുക. പ്രാപ്തി ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. പ്രാകാമ്യം അന്യലോകങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണും. ഈഷിത്വം എല്ലാറ്റിനെയും ജയിക്കാനുള്ള കഴിവ്. വശിത്വം മായാമോഹാദികൾ പ്രയോഗിച്ച് ലോകത്തെ മുഴുവൻ വശീകരിക്കാനുള്ള കഴിവ്. ഇനി ഗൗണസിദ്ധികൾ 10 വിധമാണ്. അന്തർസിദ്ധി വിശപ്പ്, ദാഹം, ദുഃഖം, മോഹം, വാർദ്ധക്യം, മരണം ഇവയെ കീഴ്പ്പെടുത്താനുള്ള സിദ്ധി. ദൂരശ്രവണ സിദ്ധി ഒരു സ്ഥാനത്ത് ഇരുന്ന് തന്നെ വളരെ ദൂരെയുള്ള ശബ്ദങ്ങൾ കേട്ട് ഗ്രഹിക്കാനുള്ള കഴിവ്. ദൂരദർശന സിദ്ധി ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ വളരെ ദൂരെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കാണാനുള്ളത്. 4 മനോജപ സിദ്ധി മനസ്സിന്റെ വേഗത്തിൽ ഏത് സ്ഥലത്തും എത്താനുള്ള സിദ്ധി കഴിവ്. 5 കാമരൂപ സിദ്ധി ഇഷ്ടമുള്ള രൂപം ധരിക്കാനുള്ള കഴിവ്. 6 പരകായ പ്രവേശം സ്വന്തം ശരീരം ഒഴിച്ച് മറ്റു ശരീരത്തിൽ പ്രവേശിക്കാനുള്ള കഴിവ്. 7 സ്വച്ഛന്ത മരണം വേണമെന്ന് തോന്നുമ്പോൾ മാത്രം മരിക്കാൻ കഴിയും. 8 ദേവക്രീഡാനു ദർശനം സാധാരണ ദൃഷ്ടിക്ക് അദൃശ്യരായ ദേവന്മാരുടെ ക്രീഡകൾ കാണാൻ കഴിയും. 9 യഥാസങ്കല്പ സംസിദ്ധി താൻ നിശ്ചയിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുക. 10 അപ്രതിഹത ഗതി ഏത് സ്ഥലത്തും പോകുന്നതിന് ഒരു തടസ്സം അനുഭവപ്പെടാതിരിക്കും. ക്ഷുദ്രസിദ്ധികൾ 5 വിധം. ത്രികാലജ്ഞാനം ഏതൊരു വ്യക്തിയുടെയും ഭൂതവർത്തമാന ഭാവി കാലങ്ങൾ അറിയും. അദ്വന്ദ്വത മഴ, വെയിൽ, മഞ്ഞ് എന്ത് സഹിക്കാനുള്ള കഴിവ് നേടും. ഇവ യോഗിയെ ബാധിക്കുന്നില്ല. പരചിത്താഭിജ്ഞത അന്യൻ എന്താണ് ചിന്തിക്കുന്നത്, ഇനി എന്തും ചിന്തിക്കും എന്നറിയുന്നത്. പ്രതിഷ്ഠഭം വിഷം, അഗ്നി, വായു, സൂര്യൻ, ചൂട് മുതലായി അതിജീവിക്കാനുള്ള കഴിവ്. 5 അപരാജയം വാദങ്ങളിലും തർക്കങ്ങളിലും എപ്പോഴും ജയിക്കുക. ഇങ്ങനെ മന്ത്രസിദ്ധി കൊണ്ട് അളവില്ലാത്ത കഴിവുകൾ സാധകൻ ആർജിക്കുന്നു. ഈ സാധകനെ ലൗകികനും അമാനുഷനുമാക്കി തീർക്കുന്നു. ത്രിപുരത്തിലെ ത്രിപുരൻ പരമകാരുണികനായ പരമേശ്വരനാകുന്നു. ആ ശിവപദം അക്ഷയവും ശാന്തവും അപ്രമേയവും അനാമയവുമാകും. കലിയും മഹേശ്വരി ഈ പരമ ശിവപദം ധ്യാനിക്കുന്ന ബുദ്ധിമാനായ യോഗിക്ക് സർവാഭിലാഷങ്ങളും നേടാൻ കഴിയും. അയാൾക്ക് അതിഗൂഢമായ ശിവവിദ്യയും മഹാവിദ്യയും നേടാൻ കഴിയും. 2 ശാസ്ത്രോപദേശം ബുദ്ധിമാന്മാർ അതിരഹസ്യമായി സൂക്ഷിക്കണം. സിദ്ധി ഉണ്ടാകണമെന്ന് ആശിക്കുന്ന യോഗി ഘടവിദ്യയും പരമരഹസ്യമായി വെക്കണം. മന്ത്രവിദ്യ രഹസ്യമാക്കി വെച്ചാലേ അതിന് വീര്യമുണ്ടാകും. പരസ്യമാക്കിയാൽ അത് നിർവീര്യമാകും. ഈ ഗ്രന്ഥം തുടക്കം മുതൽ ഒടുക്കം വരെ നിത്യം വായിക്കുന്ന പരിശീലിക്കുന്ന വിചക്ഷണന് കാലക്രമത്തിൽ യോഗസിദ്ധി വന്നു ചേരുമെന്നതിൽ സംശയമുണ്ട്. നിത്യവും പരിശീലിക്കുന്നതിന് മോക്ഷവും കൂടി ലഭിക്കുന്നു. മോക്ഷം ആഗ്രഹിക്കുന്ന സർവ്വവിശുദ്ധ മനുഷ്യർക്കും ഈ ശാസ്ത്രം പറഞ്ഞു കൊടുക്കുക.
അതിന്റെ പരിശീലനം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ അയാൾ വിജയിക്കും? എല്ലാ മോക്ഷാർത്ഥികളെയും സാധുക്കളെയും ഇത് ചൊല്ലി കേൾപ്പിച്ചാൽ ആ ക്രിയായുക്തന് സിദ്ധി ഉണ്ടാകും. ക്രിയാരഹിതന് എന്ത് സിദ്ധി ഉണ്ടാകാം? അതുകൊണ്ട് ഗുരുപദിഷ്ടമായ ക്രിയാവിധാനം അനുസരിച്ച് വേണം യോഗി പുങ്കുമാർ യോഗവിദ്യയെ അഭ്യസിക്കേണ്ടത്. ഇങ്ങനെയുള്ള യോഗികൾ ഇഷ്ടലാഭം കൊണ്ട് സന്തുഷ്ടരാകും. അവർ ഇന്ദ്രിയ സംഗമത്തിൽ നിന്ന് മുക്തരാകും. ഗൃഹസ്ഥനാണെങ്കിലും അനാസക്തനാകും. അയാൾ യോഗസാധന കൊണ്ട് മോക്ഷം നേടും. ഈശ്വര പൂജ കൊണ്ട് ഗൃഹസ്ഥന്മാർക്ക് പോലും സിദ്ധി ഉണ്ടാകും. യോഗക്രിയ അഭ്യസിക്കുന്ന ഗൃഹസ്ഥന് ഇന്ദ്രിയ സംയമനം സാധ്യമാകും. സ്വന്തം വീട്ടിൽ ഭാര്യ മക്കളുമൊത്ത് ജീവിക്കുന്നയാൾ സംഘം ഉപേക്ഷിച്ച് യോഗമാർഗത്തിൽ ചരിക്കുന്നു. അങ്ങനെയുള്ള ഗൃഹസ്ഥൻ സിദ്ധിയുടെ ചിഹ്നം കൊണ്ട് ആനന്ദിക്കും. അയാൾ എനിക്ക് സമ്മതനായി തീരുകയും ചെയ്യും. ഇങ്ങനെ ഗൃഹസ്ഥന് യോഗക്രിയകളിൽ വിദഗ്ധനായി തീരാൻ കഴിയും. അതോടൊപ്പം തന്നെ മന്ത്രജപങ്ങളും വേണം. അതുകൊണ്ട് ഈശ്വര സിദ്ധികളും കൈവരും. എല്ലാം സംയമനത്തോടെ ചെയ്യണം. ഗൃഹത്തിൽ ഭാര്യയുടെയും മക്കളുടെയും കൂടി താമസിക്കുമ്പോൾ തന്നെ ഭാര്യയുമായുള്ള സംഘം ത്യജിച്ച് യോഗമാർഗത്തിൽ രഹസ്യമായി ചരിക്കുന്നവൻ സാവധാനത്തിൽ വിജയം കണ്ടെത്തുന്നു. അദ്ദേഹം യോഗിയായിത്തീരുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ഗൃഹസ്ഥനായി തുടരുമ്പോൾ തന്നെ നല്ല യോഗിയായി ഒരു ശിവമതം അനുസരിച്ച് ജീവിച്ച് അനുഗ്രഹീതനായ സന്തോഷം എല്ലാ കാലത്തും അനുഭവിക്കുന്നു. ശിവസംഹിത എന്ന ഈ ഹരഗൗരി സംവാദ യോഗശാസ്ത്ര ഗ്രന്ഥം 5 അധ്യായം സമാപിച്ചു. ആ ഗ്രന്ഥവും സമാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്രന്ഥം എല്ലാവരും വാങ്ങി വായിക്കേണ്ടതാണ്. നിസ്സാര വിലയുള്ളൂ. 120 രൂപയാണ് ഇത് മലയാളത്തില് ഞാൻ തന്നെ പിന്നെ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇനി അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരും. നമസ്കാരം.